റിലേഷൻഷിപ്പിലെ സെക്കൻഡ് ചാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടും റിലേഷൻഷിപ്പ് വിജയിക്കാതെ പോവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവർ തിരികെ വരുന്ന സമയത്ത് അവരിൽ കാണുന്ന ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇങ്ങനെയുള്ള കുറച്ച് റെഡ് ഫ്ലാഗ്സ് നോക്കാം. ഒന്ന്, അവർ തിരികെ വന്നത് അവർക്ക് ജസ്റ്റ് ബോറിംഗ് ഫീൽ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തത് കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു റെഡ് ഫ്ലാഗ് ആണ്. ബിക്കോസ് അവർക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യുക അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടോ തിരികെ വന്ന ഒരാളല്ല. രണ്ട്, സീറോ അക്കൗണ്ടബിലിറ്റി. ഒരു പക്ഷെ അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ചിലപ്പോൾ ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ബിഹേവിയറോ കാര്യങ്ങളോ ആയിരിക്കും. പക്ഷെ അതിൽ നിന്നൊന്നും ഒരു കാര്യവും ചേഞ്ച് ചെയ്യാൻ അവർ തയ്യാറല്ല. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായ ആ ഒരു മിസ്റ്റേക്കിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത രീതിയിൽ പഴയതൊക്കെ മറന്നേക്ക് അല്ലെങ്കിൽ അതൊക്കെ വിട്ടേക്ക്, നമുക്ക് മുന്നോട്ട് പോവാം എന്ന രീതിയിൽ ഒരു ജസ്റ്റ് സംസാരത്തിൽ ഒതുക്കിക്കൊണ്ട് ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവർ എഗെയിൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു കാര്യത്തിന്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. മൂന്ന്, തിരികെ വന്നിട്ടും മിക്സഡ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസം വളരെയധികം സ്വീറ്റ് ആയിട്ടും സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു, നെക്സ്റ്റ് ഡേ ഡിസ്റ്റന്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, അവർ ആ റിലേഷൻഷിപ്പിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് ആ റിലേഷൻഷിപ്പിനെ സ്റ്റിൽ അവർ കാണുന്നില്ല. നെക്സ്റ്റ് വൺ, അവർ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവോയ്ഡ് ചെയ്യുന്നു. പക്ഷെ ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ ഒരു ധൃതി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇന്റൻഷൻസ് അത്ര നല്ലതല്ല. ഫൈനലി, ലവ് ബോംബിംഗ് ചെയ്യുകയും ഓൾഡ് പാറ്റേൺ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവർ തിരികെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 1 വീക്കൊക്കെ വളരെയധികം സ്നേഹത്തോടു കൂടി വളരെ സ്വീറ്റ് ആയിട്ട് ലൈക്ക് ഞാൻ വളരെയധികം കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ നീയാണ് എന്റെ സോൾമേറ്റ് അങ്ങനെയുള്ള രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഒരു 2nd വീക്ക് അല്ലെങ്കിൽ ഒരു 3rd വീക്കിലേക്ക് കടക്കുന്ന സമയത്ത് സെയിം ഡിസ്റെസ്പെക്ട്, സെയിം ഫൈറ്റ്, ഇങ്ങനെ ഇതിനു മുൻപ് എന്തുകൊണ്ടാണോ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് അതേ കാര്യങ്ങൾ തന്നെ, അതേ ബിഹേവിയർ തന്നെ, അതേ മിസ്റ്റേക്ക് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ടെങ്കിൽ, സോ ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത റെഡ് ഫ്ലാഗ്സ് ആണ്. ഒരു പക്ഷെ അവർ തിരികെ വന്ന സന്തോഷത്തിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ് ബ്രേക്കപ്പ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ വേണ്ട ആളുകൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഫൈറ്റ് അഫർമേഷൻ വാട്സ്ആപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചുതരാം. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം.